ഇന്ന് ഞങ്ങൾക്ക് നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾ കുറേ നാളെ ആഗ്രഹിച്ചതായിരുന്നു തിരുവല്ല മലയിലത്തെ അമ്പലത്തേക്ക് പോകാമെന്നുള്ള കാര്യം. അപ്പോൾ ഇന്നാണ് ഞങ്ങൾ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ ബൈക്കിൽ കയറിയപ്പോൾ പൊന്നമ്പടിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ കോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏട്ടനും കൂട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്താൽ നനയുണ്ടല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞങ്ങൾ കുതിരാൻ തുരങ്കം വഴിയായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുതിരാൻ തുരങ്കം വഴി പോയി വാണിമ്പാറ എത്തിയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അനിയത്തിയൊക്കെ അമ്പലത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കണ്ടപ്പോൾ വേഗം ഞാൻ ചാച്ചൻ്റെ വണ്ടിയിൽ കയറി പോകാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മോള് ചാടി വണ്ടിയിൽ കയറി. അങ്ങനെ വണ്ടിയിൽ കയറി കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ കാട്ടിലൂടെയുള്ള യാത്രയായിരുന്നു. നല്ല സൂപ്പർ യാത്രയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരു ചായ കട കണ്ടപ്പോൾ വേഗം ചായ കുടിക്കാൻ കയറി. അപ്പോൾ ഏട്ടൻ ചായയും പരിപ്പടിയും കഴിച്ച് ഞാൻ നല്ല ചൂട് കട്ടൻ കാപ്പിയും കുടിച്ചു കേട്ടോ. അത് ഞങ്ങൾ തിരുവല്ലാമല സ്റ്റാൻഡിലെത്തി. സ്റ്റാൻഡിലെത്തി കഴിഞ്ഞ് ATM കയറി അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അമ്പലത്തേക്ക് പോകുമ്പോൾ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് നല്ല മഴയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വില്ലുവാദ്രിനാഥ തിരുവല്ലാമലയിലത്തെ വില്ലുവാദ്രിനാഥ ടെമ്പിളിലേക്കാണ് കേട്ടോ ഞങ്ങൾ പോണത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇനി അമ്പലത്തേക്ക് ഒന്ന് വരിക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളൊരു വഴിപാട് നേർന്നുണ്ടായിരുന്നു വടമാല കഴിക്കുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ വടമാലയും കൂടി കഴിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ കയറി. ഞാൻ ഈ കുട്ടീനൊക്കെ വെച്ച് ഞങ്ങൾ വേഗം അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കേട്ടോ. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ഏട്ടൻ വഴിപാടിൻ്റെ രസീതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേ ദിവസം വിളിച്ച് പറഞ്ഞാലേ ഒരു വടമാല നടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ തലേ ദിവസം തന്നെ വടമാല നടത്താൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രസാദമൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പുറത്തായിരുന്നു ഹനുമാൻ്റെ അവിടെ നിന്നായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വടമാല കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വടമാല വാങ്ങിച്ചത് ഓർമ്മയുള്ളൂ. പിന്നെ എല്ലാവരും വേഗം വിശപ്പിൻ്റെ ഇതിൽ വേഗം എടുത്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വടാന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പാൽപ്പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ചേട്ടന്മാർ അവർ എല്ലാ വ്യാഴാഴ്ചയും കൊണ്ടുവന്ന് തരണതായിരുന്നു പാൽപ്പായസം. അങ്ങനെ പാൽപ്പായസമൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ താഴത്തേക്ക് ഇറങ്ങി. അപ്പോൾ താഴത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ആൽമരമുണ്ട് കേട്ടോ. അപ്പോൾ ആൽമരത്തിൻ്റെ ചോട്ടിൽ ഇതേ കല്ലിൻ്റെ മേലെ കല്ലിങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടപ്പോൾ ഞങ്ങളും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു അയ്യപ്പൻ്റെ അമ്പലം ഉണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഇങ്ങനെ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് അമ്പലത്തേക്ക് ഇറങ്ങി അങ്ങനെ വന്നിട്ടാണ് പ്രാർത്ഥിക്കാറ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ കുത്തനെയുള്ള പടിയായിരുന്നു. അപ്പോൾ അത് കാരണം ഉണ്ണിയോളെടുത്തിട്ട് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണല്ലോ. അത് കാരണം ഞങ്ങൾ അതിൻ്റെ താഴത്തു കൂടെ തന്നെ സൈഡിൽ കൂടെ ഒരു വഴി ഉണ്ടായിരുന്നു. ഈ വഴി കൂടെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ ഒരു നാഗത്തിൻ്റെ അമ്പലം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്പലത്തിൽ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ പോണ വഴിക്ക് ഒരു സത്യസായിബാബയുടെ അമ്പലം കണ്ടിട്ടായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു. അപ്പോൾ ഇന്ന് ഇത്രയുള്ള ടാറ്റ.